പുത്തുമലയിൽ ഇന്ന് ഒരുപക്ഷെ അവകാശപ്പെടാനോ തിരിച്ചറിയാനോ കഴിയാതെ പോയ മൃതദേഹങ്ങൾ പുത്തുമലയിലെ മലയാളം പ്ലാന്റേഷൻ നൽകിയ ഭൂമിയിൽ സംസ്കരിക്കുമെന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്. സജോ ദേവസ്യ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സജോ, ഇന്നലെ ഈ കൂട്ടസംസ്കാരം നമ്മൾ കണ്ടു. ഒരുപക്ഷെ നമ്മളൊരിക്കലും കേരളത്തിൽ നടക്കും എന്ന് വിശ്വസിക്കാത്ത കാര്യങ്ങളാണ് അരങ്ങേറുന്നത്. ഇന്നലെ 8 പേരായിരുന്നെങ്കിൽ ഇന്ന് 25 പേരെ സംസ്കരിക്കും എന്നാണോ കണക്കൂട്ടിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN യഥാർത്ഥത്തിൽ 2 ദുരന്തങ്ങളുടെ 2 വേദനകളുടെ സങ്കട താഴ്വരയാണ് പുത്തുമല. ആ പുത്തുമലയിലാണ് ഒരേ നാട്ടിൽ ഒരേ തണലിലൊക്കെ കഴിഞ്ഞിരുന്ന മനുഷ്യർ, ആ സഹോദരങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോയ, മേൽവിലാസമില്ലാതെ പോയ മനുഷ്യരെ അടക്കം ചെയ്യുക. ഇവിടെ ഒരു ഭാഗത്ത് കാണാം, ഇന്നലെ 8 പേരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. ഇവിടെ ആ 8 കുഴിമാടങ്ങൾ നമുക്ക് കാണാം. അവരുടെ ഇപ്പോഴത്തെ മേൽവിലാസം എന്നത് അതിനോടൊപ്പം ചേർത്തിരിക്കുന്ന ആ നമ്പറാണ്. ഓരോ കുറ്റികളും സ്ഥാപിച്ച് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്പറാണ് അവരുടെ ഇപ്പോഴത്തെ മേൽവിലാസം എന്നത്. അതൊരു DNA സാമ്പിൾ നമ്പർ കൂടിയാണ്. അത് പ്രൊഫൈൽ ലൈബ്രറി തയ്യാറാക്കും. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഉറ്റവർ എത്തിയാൽ അവർക്ക് പഴയ മേൽവിലാസം കിട്ടുന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ പഴയ മേൽവിലാസത്തിലേക്ക് എത്താൻ കഴിയും വിധമുള്ള ഒരു ക്രമീകരണമാണ്. ഇന്നും സമാനമായ, നമുക്ക് മുന്നനുഭവങ്ങളില്ലാത്ത ഇതുപോലെ ഒരു കൂട്ടസംസ്കാരത്തിൻ്റെ മുന്നനുഭവങ്ങൾ നമുക്കില്ല. എല്ലാ അതിരുകൾക്കും അപ്പുറത്ത് സർവ്വമത പ്രാർത്ഥനകളൊക്കെ നടത്തിക്കൊണ്ടാണ് സംസ്കാരത്തിലേക്ക് പോയത്. ഇന്നും 30 മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഒപ്പം ശരീരഭാഗങ്ങൾ കൂടിയാണ് സംസ്കരിക്കാനുള്ള തീരുമാനമുള്ളത്. ഏറ്റവും ഒടുവിലെ നമ്പർ എന്നത് പിന്നീട് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ കൃത്യമായി തീരുമാനിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് അറിയിക്കുകയാണ് ചെയ്യുക. ഇവിടെ കൂടുതൽ കുഴിമാടങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അതിനനുസരിച്ച് കഴിഞ്ഞ ദിവസം 39 കുഴിമാടങ്ങളായിരുന്നു തയ്യാറാക്കിയത്. അതിൽ കൂടുതൽ നമ്പർ കൂടി ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 64 സെൻറ്റ് ഭൂമിയാണ് ഇത്. 2019 ഇതേ ഭൂമിയിലും ഇരുൾ പൊട്ടിയൊലിച്ചെത്തി കുറേയധികം മനുഷ്യർ ഇവിടെ നിന്ന് ഒഴുകിപ്പോവുകയും അവരുടെയൊക്കെ ജീവിതത്തിൽ കരിനിഴൽ പടർത്തുകയും ചെയ്തൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ പുതുമണ്ണ് കോരിയിട്ടിരിക്കുന്ന ഈ മണ്ണിൽ അവർ ഒരേ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഒരുമിച്ച് നിത്യനിദ്ര എന്ന് പറയണം. ഇവിടെ നിന്ന് യഥാർത്ഥത്തിൽ അധികം ദൂരമില്ല. ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കും പുഞ്ചിരിമട്ടത്തുമൊക്കെ അവിടെ ജീവിതം കരുപ്പിടിപ്പിച്ചവർ, അവിടുത്തെ തണലിൽ ജീവിത സ്വപ്നം കണ്ടവരൊക്കെയാണ്. അവർ തിരിച്ചറിയപ്പെടാതെ പോകുന്ന മനുഷ്യർക്ക് ഏറ്റവും ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഒക്കെ വിട നൽകുക എന്നതാണ് ഇനിയിപ്പോൾ അങ്ങേയറ്റം നീതി എന്ന് കാണേണ്ടതുണ്ട്. മൃതദേഹങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുപോലെ ശരീരഭാഗങ്ങളുമൊക്കെ ഡീകമ്പോസ്റ്റ് ലെവലിലേക്ക് എത്തുന്നു. അപ്പോൾ ഏറ്റവും വേഗത്തിൽ സംസ്കാരത്തിലേക്ക് പോവുക എന്നതാണ് സാധ്യമായ വഴി. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ പുരോഹിതന്മാർ ഇവിടെ എത്തും. 4 മണിയോടുകൂടി ചടങ്ങുകളിലേക്ക് കടക്കാൻ കഴിയും. 3 മണിക്ക് അവിടെ നിന്ന് ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ കഴിയുമെന്നാണ്. ഇവിടെ എത്തിയപ്പോൾ വളരെ കരളലിയിക്കുന്ന പല കാഴ്ചകളും ഇതിനു മുൻപ്, ഇപ്പോൾ അല്പസമയം മുൻപ് ഒക്കെ ഞാൻ ഇവിടെ മനുഷ്യരെ കാണുകയായിരുന്നു. അതായത് ആ ഭാഗത്തു നിന്നും, മുണ്ടക്കയിൽ നിന്ന്, ചൂരമ്മലയിൽ നിന്നും അവിടെ നിന്നൊക്കെയുള്ള മനുഷ്യർ, ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നു. അവർ ഇവിടെ 8 പേരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. അക്കൂട്ടത്തിൽ തങ്ങളുടെ ബന്ധുക്കളുണ്ടോ എന്ന സംശയമൊക്കെ അവരുണ്ട്. അവരിവിടെയൊക്കെ വന്ന് ഇരുന്ന് ഈ കല്ലുകൾക്കും ഈ കുടീരങ്ങൾക്കുമൊക്കെ അടുത്തിരുന്ന് പൊട്ടിക്കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കൂടി കാണേണ്ടി വരുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു ദുര്യോഗമാണ്. ആ ദുര്യോഗമാണ് നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ്. ഇനിയിപ്പോൾ മേപ്പാടി CHSയിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് തിരിച്ചറിയപ്പെടാത്ത ആ മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി സംസ്കരിക്കുന്ന നടപടിയിലേക്ക് കടക്കും. എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജമാണ്. SKN.